കാലമുള്ളൊരു തദ്ദേശ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകത നമ്മളും ആ നിലയിൽ തന്നെയാണ്. നമ്മുടെ നാടിനകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും നടത്താൻ വേണ്ടി ശ്രീ പ്രകാശനും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അതിനു മുകളിൽ നമ്മുടെ മണിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭരണത്തിനാവശ്യമായ സംഭാവന നൽകിയും ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജ്യോതിക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. റിട്ടേണിംഗ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഖാക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ 25 അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഒരുപോലെ നമ്മുടെ ജനപ്രതിനിധികൾ 16 ആ 16 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമുക്ക് നേതൃനിരയിലുള്ള ഒരു സഖാവാണ് പ്രകാശ്. സംഘടനാപരമായിട്ട് അനുഭവവും അതുപോലെ തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രകാശിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നല്ല വഴിയുള്ള സംസ്ഥാന ഗവൺമെൻറ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല മുന്നേറ്റം, വികസന മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അത് എല്ലാവരുടെയും യോജിച്ച ഒരാളാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സഖാവിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല ബോധ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും മടിക്കൈ എന്നുള്ളത് ഈ നാട് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനം പറഞ്ഞറിവിലും കേട്ടറിവിലുമെല്ലാം ഉണ്ട്. അവരെല്ലാം ഉയർത്തിപ്പിടിച്ച ശ്രീ പ്രകാശിന് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെല്ലാവിധ പിന്തുണയും എൺപതാമത്തെ വർഷത്തിലേക്ക് സഖാവ് വി പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഈ നാട്ടിലെ ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സഖാവ് വി പ്രകാശൻ ഐക്യകണ്ഠേന ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സഖാവ് പ്രകാശിനെ സംബന്ധിച്ച് പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ പ്രകാശിനെ പ്രസിഡൻ്റായും അതുപോലെ ഇപ്പോൾ 16 വാർഡിൽ നിന്ന് മഹാഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ജ്യോതിയെ വൈസ് പ്രസിഡൻ്റായും ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണസമിതിയാണ് ഈ കാലയളവിൽ എത്രയും പ്രവർത്തിച്ചത്. അതിന് നമ്മുടെ പ്രകാശന് തീർച്ചയായും കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി സഖാവ് വി പ്രകാശിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്ത 5 വർഷക്കാലം
ഈ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മാനിഫെസ്റ്റോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സദ്യയോട് നമുക്ക് ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയുണ്ടായിരുന്നു. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിനു വേണ്ടി ഇന്ന് രാവിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സ്വാമി പ്രകാശനും അതുപോലെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമി പി ജ്യോതിക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. രണ്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സഹാബി പ്രകാശൻ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ തന്നെ വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പഞ്ചായത്താണ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സഹാബി പ്രകാശൻ നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സവി പ്രകാശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ സൗ മുഹമ്മദ് റാഫി, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ബഹുമാനപ്പെട്ട അഖില്, നമ്മുടെ വക്കീല് വേദിയിലുണ്ട്, പ്രിയപ്പെട്ട നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയും കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയപ്പെട്ട പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പ്രകാശൻ, മറ്റ് ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 75 വർഷക്കാലമായി കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഭരണം പൂർത്തീകരിച്ച് 5 വർഷം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 80-ലേക്ക് എത്തുമ്പോഴേക്കും മടിക്കയിൽ ഒരു പുതിയ ചരിത്രം കൂടി സൃഷ്ടിക്കാൻ വേണ്ടി സഖാവ് പ്രകാശൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് LDFന് വേണ്ടി അഭിവാദ്യം. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പ്രകാശൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 2025-30 വർഷത്തെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി പ്രകാശൻ ഭരണപരിചയവും കൊണ്ടും രാഷ്ട്രീയ പരിചയവും കൊണ്ടും വളരെ സമ്പുഷ്ടനായിട്ടുള്ള ഒരാളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ വികസനം എന്നുള്ള കാഴ്ചപ്പാട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാവിലെ കഴിഞ്ഞു. വൈസ് പ്രസിഡന്റായി സഹാ ജ്യോതിയെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നേരത്തെ പ്രകാശം സൂചിപ്പിച്ച പോലെ നമ്മുടെ 16-ാം വാർഡിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പഞ്ചായത്ത് പ്രതിനിധിയാണ് സഹാ ജ്യോതി. ഈ വൈസ് പ്രസിഡന്റിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും നമ്മുടെ 16-അംഗ ഭരണസമിതി അംഗങ്ങളുണ്ട്.
എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ വാർഡിനും തുല്യമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന മുന്നേറ്റത്തിന് പ്രവർത്തനങ്ങൾക്ക് പറ്റുന്ന നിലയിലേക്കുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജ്യോതിക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്.